السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ഇതിരെ നേതാക്കന്മാരെ അതേപോലെ ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ പിർസത്തെ വിശ്വാസിനിമാരെ, ഹിരിയ ഞങ്ങളെ സഹോദര സഹോദരിമാരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടുള്ള ഈ റായത്തെ നല്ല മനസ്സുള്ള പിർസത്തെ സഹോദര സഹോദരിമാരെ, യുവത്വ ഇസ്ലാം ചൊല്ലിയ വിഷയത്തിലായിട്ട് ഒരു തെല്ല് നേര ആ വിഷയത്തിൽ മുണ്ടോകാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവരും ഗൊಂತಿನ പോലെ യുവത്വ ചൊല്ലിയത് ഒരു മനുഷ്യന്റെ ജീവനത്തെ സെന്റർ പോയിന്റ് ആയിത്തേക്ക്. ഏതുപോലെ ചൊല്ലിട്ടെങ്കിൽ ഒരു നടു ഉച്ചയുടെ ഒരു സൂര്യത്തെ പോലെ ആയിത്തേക്ക്. സൂര്യ സുബൈക്ക് ഉദയിക്കുമ്പോ വെളിച്ചയ്ക്ക് നല്ല ചൂടുക്കില്ല. സൂര്യ അസ്തമിക്കുമ്പോ അപ്പം വെളിച്ചയ്ക്ക് നല്ല ചൂടിക്കില്ല. എന്നെങ്കിൽ അതേ സൂര്യ നടു ഉച്ചാകുമ്പോ നല്ല ചൂടുള്ള ഒരു സൂര്യ ആയിത്തേക്ക്. അപ്പൊ ഈ നടു ഉച്ചലുള്ള സൂര്യ ആയിത്തേക്ക് യുവത്വ ചൊല്ലിയത്. കാരണം ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ ചൊല്ല ചൂട് ചോരവുള്ള സമയമായിത്തേക്ക്. എന്തെങ്കിലും ഈ യുവത്വ ഈ ഒരു നല്ല താക്കത്തുള്ള സമയ ഇത് ഒരു മനുഷ്യൽ നിന്ന് എപ്പോഴും നിലനിൽക്കില്ല. ബദലായിട്ട് അവന് ദൗർബല്യാവസ്ഥക്ക് കടന്നു പോണ്ട.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعف. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്മാരെ 3 ഘട്ടമുള്ള ജീവനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദുർബലാവസ്ഥയിൽ നിന്ന് അല്ലാഹു സൃഷ്ടിയാക്കിയ. ثم جعل من بعد ضعف قوة, പിന്നെ ദുർബലാവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് താക്കത്ത് തന്ന, ശക്തി തന്ന. ثم جعل من بعد قوة ضعف, പിന്നെ ശക്തിയിൽ നിന്ന് പാടും മനുഷ്യൻ ദുർബലാവസ്ഥക്ക് കടന്നു പോന്നുകൊണ്ട് ചൊന്തു വിശുദ്ധ ഖുർആൻ. ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്തു വന്ന സന്ദർഭത്തില് മുഷ്ടി പിടിച്ച കയ്യുമായിട്ട് ഉൾപ്പെടുക മാത്രമേ സാധ്യത മനുഷ്യൻ. അപ്പൊ മനുഷ്യക്ക് താക്കത്തില്ല. നക്ക് പയച്ചെങ്ക് പൈക്കിറിട്ട് കേൾക്കുക ആവാത്ത ഒരു കാലഘട്ടം ആയിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഘട്ടഘട്ടമായിട്ട് ബലിയാക്കി കൊണ്ടുവന്ന ആ ഉമ്മയുടെ ബൈത്തിൽ നിന്നുള്ള ആ ദുർബലാവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് സാധ്യന്ന പോലെ ചെറിയോഗും പറക്കുകയും ദയിക്കുകയും നടക്കുകയുമുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹന്ത ഹന്തമായിട്ട് അല്ലാഹു തന്ന. ثم جعل من بعد ضعف قوة, അതായത് ദുർബലാവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശക്തി തന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് അത് ഞങ്ങൾക്ക് ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് തീന്നില്ല പാടും ഈ ശക്തി ഉള്ള കാലഘട്ട കഴിഞ്ഞാൽ പിന്നെ പാടും മനുഷ്യൻ ദുർബലാവസ്ഥക്ക് പോന്നുകൊണ്ട് ചൊന്തു വിശുദ്ധ ഖുർആൻ പഠിപ്പാറ്റന്റെ ثم جعل من بعد قوة ضعف, പിന്നെ മൗനു ദുർബലാവസ്ഥക്ക് കടന്നു പോന്നുകൊണ്ട് ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പഠിപ്പാറ്റണ്ട. അപ്പൊ ഈ ഒരു കാലഘട്ടം നല്ല ശക്തിയുള്ള, നല്ല താക്കത്തുള്ള, ഏതൊക്കും തയ്യാറായിട്ടുള്ള ഒരവസ്ഥ എത്തിക്കുന്ന യുവത്വ ചൊല്ല ഒരവസ്ഥ. കാരണം ഇണ്ട് എല്ലാ ആൾമാർക്ക് അത്യഗത്യമായിട്ട് ബേനായ ആൾമാരായിട്ട് യുവക്കന്മാർ അല്ലെങ്കിൽ യുവത്തിമാർ. കാരണം എന്തും തയ്യാറായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടിരിക്കുന്നു. നാളെ അല്ലാഹുടെ കോർട്ടിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 പ്രശ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമട്ട് കേൾക്കുക. ಅದಕ್ಕೆ ಉತ್ತರ ಚೊಲ್ಲಾಂಟೆ لا تزول قدم العبد يوم القيامة حتى يسأل عن 40. ആ 4 പ്രശ്നಕ್ಕೆ കൃത്യമായ ഉത്തര കൊടുക്കാൻട്ടെ ഒരു സ്റ്റെപ്പ് ಅವನು മുന്നോട്ട് ಬೇಕಿಲ್ಲ ಚೊಂತು മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു പ്രശ്നമായിട്ട് അൻ ഉംരിഹി ഫീമാ അഫ്നാ, നിന്റെ ആയുസ്സിനെ നീನು എന്തൊക്കെ വിനിയോഗ ആക്കിയ ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കട. നിക്ക് ദുനിയാവുಲು 60, 70, 100 ವರ್ಷത്തോളം ಆಯುಸ್ಸಿಂತು. ಆ ಆಯುಸ್ಸಿനെ ನೀನು എന്തൊക്കെ ಉಪಯೋಗಪಡ್ತಿಯ ಚೊಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ನಾಳೆ ಕೇಳ್ಕರ. മാത്രമല്ല വഅൻ ശബാബിഹി ഫീമാ അബ്ലാഹ, നിന്റെ യുവത്വത്തെ എന്തൊക്കെ നീನು ಉಪಯೋಗಪಡ್ತಿയ. നിക്ക് നല്ല താക്കത്തിന്നെ നല്ല ശക്തിയിന്നെ ഒരു സമയത്ത് ആ സമയത്തെ ನೀನು എന്തൊക്കെ ಉಪಯೋಗಪಡ್ತಿಯ ಚೊಂತೋ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്ന കേൾക്കற ചൊന്തോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് അല്ലാഹുടെ മുന്നിൽ കൃത്യമായ ഉത്തരയ്ക്ക് കൊടുക്കണം. അങ്ങനെ നാളെ അല്ലാഹുടെ പക്കലേക്ക് കൃത്യമായ ഉത്തര കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ജീവനത്തെ, ഈ യുവത്വത്തെ, ഈ നല്ല താക്കത്തുള്ള ഈ സമയത്തെ എന്തൊക്കെ പേനായിട്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. അതായിട്ട് പ്രശ്നമുള്ളത്. എന്തൊക്കെ പേനായിട്ട് ഈ യുവത്വത്തെ ನಾನು ನಿಂಗ
ಉಪಯೋಗಪಡ್ತೋನ್ ಚೊಂತುಲ್ಲ ವಿಷಯ ಕೂಡಿ ನಂಗೆ മനസ്സിലാക്കണം. ಅದಕ್ಕೆ ഇസ്ലാമിലു ധാരാളമായിട്ടുള്ള ചരിത്രങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങളുടെ മുന്നിൽ കടന്നുപോയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അങ്ങനെ ആരോഗ്യത്തെയും അങ്ങനെ സമ്പത്തിനെയും അങ്ങനെ താക്കത്തിനെയും അങ്ങനെ ബുദ്ധിശക്തിരെയും അങ്ങനെ എന്തൊക്കെ പേനായിട്ട് അത് വിനിയോഗ ആക്കിയൊരു ചൊന്തുള്ള വിഷയ പ്രതി ഒരു മുസ്ലിം പഠിച്ചു വെക്കണായതെത്തിക്കരുത്. അത് പഠിച്ചെങ്കിൽ മാത്രമേ ನಾನು ನಂಡೆ ಈ ಯುವತ್ವತೆ ಎಂದಿಗೆ ಬೇನಾಯ್ತು ಉಪಯೋಗ ಹಾಕೊಂಡು ಚೊಂತು ನಂಗೆ ಮನಸ್ಸಲಾಯ್ತು ಕಿಟ್ಟು. ನೋಕರು ಮಹಾನಾಯ ಸಅದ್ ಬಿನ್ ಮುಆದ್ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 30ാമത്തെ വർഷത്തിൽ ഇസ്ലാം ദീനയിൽ സ്വീകരിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്വഹാബിമാരെ മദീനത്തേക്ക് ദഅവത്ത് കർത്തറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയിട്ടിലേക്ക് മുന്നോലായിട്ട് ദഅവത്ത് കർത്തറ്. അതിൽ ഒരു സ്വഹാബി മിസ്ഹബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മദീനത്തേക്ക് ദഅവത്ത് കടന്നു പോണ്ട വിഷയ ഔസ് ഗോത്രത്തെ നേതാവായിട്ട് അല്ലെങ്കിൽ ലീഡറായിട്ട് സഅദ് ബിൻ മുആദ് അപ്പൊ ഇസ്ലാം ദീൻ സ്വീകരിച്ചിട്ടില്ല. മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് ദഅവത്ത് ആക്കുക രണ്ട് ആൾ ബണ്ടോറു ഇസ്ലാം ദീന്റെ പ്രചാരം ആക്കുക. ഇത് കേട്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അയാൾ അർസബണ്ട് തന്റെ കത്തിരയൽ കയ്യിൽ പിടിച്ചിട്ട് മിസ്ഹബ് റളിയല്ലാഹു അൻഹുടെ ആക്രമിക്കുകയിൽ ബണ്ട്. കാരണം മിസ്ഹബ് ഊടെ ബന്ത് ക്ലാസ് എടുക്കരുത്, ആൾമാരെ ഭിന്നിപ്പിക്കുകയത്തിക്കര്, ഗ്രൂപ്പാക്കുകയത്തിക്കര്, പാർട്ടിയാക്കുകയത്തിക്കര്. ഞങ്ങളെ പൂർവികന്മാർ അനുസരിച്ച് വന്നോണ്ടല്ലേ പല ആചാരത്തെ അതിൽ വിരോധിക്കുകയത്തിക്കറൂടേക്ക് പണ്ടത്. ഇത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളുകയിട്ടില്ല. ആ സന്ദർഭം സഅദ് ബിൻ മുആദ് മിസ്അബിനെ കണ്ടുമുട്ടു മദീനത്തില്. എന്നെ തന്റെ മൂർച്ച ഉള്ള വാളിനെ ആ കത്തിരെ പിടിച്ചിട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നീ ഇത് ഇവിടെ നിപ്പാട്ടണു, നിന്റെ തലനെ ഞാൻ എടുക്കുക. ആ സന്ദർഭത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ മുആദ് ചൊല്ലു, ನಾನು ಚೊಲ್ಲುಡ ಹೊರ್ತೋಲು ನೀನ್ ತಲ್ಲಿ ಕೇಕು, പിന്നെ എനിക്കിഷ്ട ಬಂದ പോലെ ആക്കാം, ഞാൻ എന്ത്ര ചൊല്ല അത് നീ ഫസ്റ്റ് കേൾക്കണു. അങ്ങനെ സഅദ് ബിൻ മുആദ് കേക്കട് കൃത്യമായിട്ട്. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ വിഷയത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെ പടിപാടി കൊടുക്കുന്നു. അങ്ങനെ പഠിച്ചിട്ടാകുമ്പോ സഅദ് ബിൻ മുആദിന്റെ കൽബൊന്നു ബദലാവനിക്ക് സുറാവണം, ചേഞ്ച് ആവുക സുറാവണം. കാരണം സഅദിന്റെ തലയിൽ യന്ത്രമോ ചൊന്നിട്ടുള്ള വിഷയം മാത്രമുള്ളത്, വാസ്തവികതമായ വിഷയ സഅദ് ബിൻ മുആദ് അരിയുടെ ഇപ്പലൈറ്റിക്കറ്. ആ സന്ദർഭത്തില് അതിൽ അവിടെ ഇസ്ലാം ദീൻ സ്വീകരിക്കരുത്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു കൊല്ലുക വന്ന ആള് അല്ലാഹുവിന്റെ ദീൻ കയ്യിൽ കടന്നു പണ്ട്. ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 30ാമത്തെ വർഷത്തിൽ അതിൽ ഇസ്ലാം ദീൻ സ്വീകരിക്കരുത്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നത്തെ കാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചമ്മത്തെ പ്രയാസത്തെ കെട്ടത് താനും തനലായിട്ട് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ കടന്നു വന്ന്. അങ്ങനെ ഹിജ്റ വന്നതിൽ പിന്നെ മക്കത്തെ മുശ്രിക്കീങ്ങ പാടും മുഅ്മിനീൻകായ, അതായത് നബിക്കും നബിയുടെ സ്വഹാബത്തുക്കും ഉപദ്രവക്കോ പ്രയാസത്തെ കൊടുക്കോ സുറായിക്കോറും. ഷാമിലേക്ക് കച്ചവടത്ത് പോയ അബൂ സുഫിയാന്റെ സംഘം അതിൽ നിന്ന് കിട്ടിയ ലാഭത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിമാരെ നാശാക്കുക വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടി. ആ സംഘത്തെ തടയുകപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ വിഷയം അബൂ സുഫിയാൻ കിട്ടങ്ങ് വേറെ ഒരു തേരുള്ള രക്ഷപ്പെട്ടോറും. ആ സന്ദർഭത്തിൽ മക്കത്തിൽ നിന്ന്
വലിയ ഒരു സൈന്യ ആയിരക്കണക്കിലുള്ള അബൂജഹലിന്റെ സൈന്യം അവിടെ പുറത്തായിട്ടുണ്ടോ യുദ്ധത്തിക്ക്. ഒന്നാമത്തെ ആ ബദർ യുദ്ധത്തിക്ക് പുറത്തായിട്ടിരിക്കുന്ന സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാർമാരായ മുഹാജിരീങ്ങായ സ്വഹാബത്തിനെ വിളിച്ച സന്ദർഭത്തിൽ ഞങ്ങളുടെ അഭിപ്രായം കേക്കരുത്. മക്കത്തിൽ നിന്ന് സൈന്യ പുറത്തായത് എന്തിനാ നിങ്ങൾ അഭിപ്രായ? കാരണം അൻസാർമാർ അങ്ങ് മദീനത്തിൽ മാത്രമേ നബിക്ക് സഹായക ചൊന്തുള്ള വാഗ്ദാനം. അങ്ങനെ ബദറിനടുക്കുന്ന പുറത്തേക്കരുത്. ആ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാർമാരായ സ്വഹാബത്തിനെ ചൊല്ലും കേക്കരു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാർമാർ ചൊന്നെങ്കിൽ മദീനത്തിൽ ഇന്നിട്ട് മക്കത്തിൽ നിന്ന് വന്ന സ്വഹാബത്തിക്ക് എല്ലാ രൂപത്തില് സഹಕಾರ കൊടുത്തേങ്ങ, എല്ലാ രൂപത്തിൽ സഹായസ്ഥ കൊടുത്തേങ്ങ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കരു. അൻസാർമാർട്ടിക്ക് സ്വഹാബത്തിക്ക് കേക്കരു. മക്കത്തിൽ നിന്ന് വലിയ സൈന്യ കടന്നു പണ്ട് എന്തിനാ നിങ്ങൾ അഭിപ്രായം എന്ത്? യുദ്ധാക്കമാ, യുദ്ധത്തിൽ പോകുമാ? മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബിയെ നിങ്ങൾ ഒരു കടൽ ഞങ്ങളെ തുള്ളോ ചൊന്നെങ്കിൽ അല്ലെങ്കിൽ കടലിൽ പോയിട്ട് യുദ്ധാക്കോ ചൊന്നെങ്കിൽ ഞങ്ങൾ തയ്യാറുള്ള. നിങ്ങൾ ഒരു പർവ്വതത്തിൽ പോയിട്ട് പത്തോ ചൊന്നുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറുള്ള നബിയെ. അതുകൊണ്ട് നിങ്ങൾ മുന്നേറോ. അണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ് ചൊന്ന പോലെ ഞങ്ങൾ നിങ്ങൾ ചൊല്ലുള്ള നബിയെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ധൈര്യം കൊടുത്ത് ഒരു സഹാബിയായിട്ടേക്കര് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പല പ്രയാസത്തെ ഘട്ടത്തിലും നബിക്ക് സമാധാനായിട്ട് ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നിന്നിട്ട്. എന്നിട്ട് ഒരു യുദ്ധത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഷഹീദാവും. അയാൾക്ക് ഷഹീദാകുമ്പോ അയാളുടെ വയസ്സ് എത്ര കൊണ്ടിന്റെ സഹോദരന്മാരെ 35 വർഷം എത്തിക്കറ്. 30 വർഷത്തിൽ ഇസ്ലാം ദീൻ സ്വീകരിച്ച ആ സഅദ് ബിൻ മുആദ് 35ാമത്തെ വർഷത്തിൽ അയാള് വഫാത്തോട് മരണപ്പെട്ടു. എന്തെങ്കിലും ആ 5 വർഷത്തില് അള്ളാഹുടെ ദീനിന് വേണ്ടിയിട്ട് തന്റെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള ത്യാഗത്തെ സഹിച്ചിട്ട് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നല്ല ഒരു താക്കത്തുള്ള സമയത്തിക്കുന്നത്, നല്ല ചൂടുചോരമുള്ള ഒരു സമയമെത്തിക്കുന്നത്. എന്തെങ്കിലും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആ തന്റെ യുവത്വത്തെ, തന്റെ യൗവനത്തെ തന്റെ റബ്ബുടെ മാർഗത്ത് കയ്യിൽ മീസൽ വെച്ചിട്ട് അതേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുടെ ജനാസ ഖബറിൽ വെക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ രണ്ട് സൈഡിൽ നിന്ന് തൈല് ഒത്തിപൊട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടും ചിന്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ആ 5 വർഷത്തില് ഇസ്ലാം ദീനിന് വേണ്ടിയിട്ട് അള്ളാഹുടെ ഈ തൗഹീദ് വാഗ്ദാനത്തെ എത്തുപാട്ട് വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ തന്റെ ജീവിതത്തെ സമർപ്പിച്ച് ഒരു സ്വഹാബിയായിട്ടിക്കറ്. അത് അയാൾ മാത്രമല്ല, എത്ര ചരിത്രമായിട്ട് ഞങ്ങളുടെ മുന്നിലുള്ളത്. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ നോക്കൂ. എത്ര വലിയ പൈസക്കാര, എത്ര വലിയ കോട്യാധിപതി, ഡെയിലി എത്ര ഡ്രസ് അയാൾ ചേഞ്ച് ആക്കിയത്. മിസ്അബ് അത്തരിട്ട് നടന്നിട്ടെങ്കിൽ അതിന് മന എത്രമോ ദൂരടിച്ചോണ്ടിന്ത്. അത്ര വലിയ റാഹത്തര ഒരു ജീവിതമായിട്ടിന്ത് മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ദീൻ സ്വീകരിക്കുന്നതിന് മുന്നോൽ ഇന്നത് എന്നെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ല ആ കലിമത്ത് തൗഹീദ് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച് ഇസ്ലാം ദീൻ കടന്നു വന്നപ്പ തന്റെ ഔത്തുൽ നിന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു ബണ്ട് എങ്ങനെ ഒരു ഉടുത്ത തുണിയോ കൊണ്ട് മാത്രമേ കടന്നു ബണ്ടി എല്ലാം അള്ളാഹുടെ മാർഗത്തിൽ ത്യജിച്ചിട്ട് അയാൾ ബണ്ട് ഔത്തരങ്ങ് കൊടുത്തില്ല ഒന്നും. നീ ഇസ്ലാം ദീൻ സ്വീകരിക്കണ്ടെങ്കിൽ നിക്ക് ഞങ്ങൾ ഒന്നും തണ്ടില്ല. അങ്ങനെ കാല് ഉടുത്ത ഒരു ഡ്രസ്സുമായി തയ്ത്തിക്കര് മിസ്അബ് റളിയല്ലാഹു അൻഹു കടന്നു ബണ്ടേ. എത്ര വലിയ ആളായാല്, എത്ര വലിയ കൊട്യാധിപത്യായാല്, എത്ര വലിയ സമ്പത്തുള്ള ആളായിട്ട് ഇസ്ലാം ദീൻ സ്വീകരിക്കുമെന്നുള്ളൂ. എന്നിട്ടെങ്കിൽ തന്റെ റബ്ബുടെ ആ ഹക്ക് അള്ളാഹുടെ ദീന്റെ ഈ സത്യം മനസ്സിലായാൽ പിന്നെ ഇസ്ലാം ചൊല്ലിയ സത്യം മനസ്സിലായാൽ പിന്നെ അയാൾ ദീന് കടന്നു വന്ന സന്ദർഭത്തില് എല്ലാം തന്റെ റബ്ബുക്ക് വേനായിട്ട് ത്യാഗാക്കിട്ട് അയാൾ കടന്നു വന്ന് അങ്ങനെ ഇതേ മിസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദായ സന്ദർഭത്തില് അയാളെ കഫനാക്കൂ. തുണിയില്ല, കഫൻ തുണിയില്ല ശരിയായത്.
കാലുക്ക് ബലിച്ചെങ്കിൽ തല കാണ്ട്, തലക്ക് ബലിച്ചെങ്കിൽ കാല് കാണ്ട്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുക്ക് പുല്ല് വെച്ചിട്ടേറ്റിക്കര് ആ ജനാസരെ കഫനാക്കിയ ചൊന്ത് നമുക്ക് ചരിത്രത്തിൽ പഠിക്കുവാടു. നോക്കോറു, മരിക്കുന്ന സന്ദർഭത്തില് ഒരു കഫനും പോലും അതിലെ തുണി ഭർത്തിയില്ലാണ്ട് എങ്ങനത്തെ ആള്, എങ്ങനത്തെ സമ്പത്തുള്ള ആളായിട്ടിന്തയല്. സഹോദരവരെ മനസ്സിലാക്കുന്നു, ഇതൊക്കെ ഞങ്ങളെ മുന്നോട്ട് കടന്നുപോയ ചരിത്രം കയറ്റിക്കര്. തന്റെ റബ്ബുകേനായിട്ട് തന്റെ ജീവിതത്തെ സമർപ്പിച്ച് ആൾമാരെ ചരിത്രം എത്തിക്കര്. അത് മാത്രം തീർന്നില്ല, ഫിറഔന്റെ പെഞ്ഞായ ആസിയ റളിയല്ലാഹു അൻഹ പലപ്പോഴും ഞങ്ങൾ കേട്ട് ചരിത്രം എത്തിക്കര്. ഉമ്മമാര് സഹോദരിമാര് മനസ്സിലാക്കണം, ഫിറഔന്റെ കൊട്ടാരത്തെ ഫിറഔന്റെ പെഞ്ഞായിട്ട് ആസിയ റളിയല്ലാഹു അൻഹ ആ പെണ്ണിങ്ങ അതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ആദർശത്തെ മേലായി വിശ്വാസം വെച്ചത് കൊണ്ട് ഫിറഔൻ പല രൂപത്തിലുള്ള പീഡനവും പ്രയാസത്തെയും തന്റെ പെഞ്ഞായിക്ക് കൊടുത്താം. എത്രത്തോളം ചൊന്നെങ്കിൽ അവസാന അയിമ്മടെ ഗുഹ്യഭാഗത്തേക്ക് ഒരു ഇരുമ്പിട് തന്നിട്ടിട്ട് തിരുമ്പിട്ട് അതിൽ നിന്നിട്ട് ചോര ഒഴുകുമ്പോ അയിമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ടോ, റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ഈ ഫിറഔന്റെ കോട്ടയം, അവന്റെ അധികാരം, അവന്റെ സമ്പത്ത് ഒന്നും നക്ക് വേണ്ട റബ്ബേ, നിന്റെ സ്വർഗത്തിൽ നക്കൊരു ഭവന വേണം അല്ലാഹുവേ. ഫിറഔന്റെ പെഞ്ഞായി ഉദാഹരണം അല്ലാഹു കൊടുക്കുന്ന ആറുക സത്യവിശ്വാസിമാർക്ക്. ഉമ്മമാർ മനസ്സിലാക്കണം, തങ്ങളുടെ ജീവിതത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ വേനായിട്ട് സമർപ്പിച്ച് സഹാബ വനിതമാർ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പഠിച്ചങ്ങനങ്ങ അല്ലേ. മദീന, അതായത് ഷഹീദായ കൂട്ടത്തിൽ ഒന്നാമത്തെ ഷഹീദായ പെണ്ണിങ്ങൈത്തിക്കര് സുമയ്യ റളിയല്ലാഹു അൻഹ. അബൂജഹൽ ലാത്തറ വിഗ്രഹം കൊടുത്ത അതേ മലയാളത്തിലെ വിഗ്രഹത്തെ കൊടുത്തിട്ട് അല്ലാഹു അഹദ് ചൊന്ത് പ്രഖ്യാപനാക്കുമ്പോ അവസാന അയ്മടെ കൊന്നുകളിയുമ്പോ സാന്ത അല്ലാഹു അഹദ് ചൊന്ത് പ്രഖ്യാപനാക്കി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. ഇതെല്ലാം ഞങ്ങളെ മുന്നോളൂ കടന്നുപോയ ചരിത്രം. എന്തെങ്കിൽ ഇതിൽ ഞങ്ങൾക്ക് പഠിക്കുള്ളത് അങ്ങനെ ജീവിതത്തെ തങ്ങളെ റബ്ബുകു സമർപ്പിച്ചൊരു ചൊല്ലെ ഒരു ചരിത്രം ഇട്ടിക്കര് ഞങ്ങൾക്ക് അത് പഠിപ്പാടുത്തന്റെ സഹോദരന്മാരെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചരിത്രം പഠിക്കുമ്പോ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളെ റബ്ബുടെ മാർഗത്തെ ഞങ്ങൾ കൊണ്ടുപോകുക സാധ്യമാണ് സഹോദരന്മാരെ. അപ്പൊ ഒന്നാമതായിട്ട് ഞങ്ങളെ ജീവിത, ഞങ്ങളെ ഈ ദുനിയാവുടെ ഈ ആയുസ് അത് ഞങ്ങൾ ചെലവാക്കണായത് തൗഹീദിക ബേനായിട്ട് എത്തിക്കരു. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അവിടെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കൂ. കാരണം അവനായിട്ടിക്കര ഞങ്ങളെ പടച്ചവൻ, അവനായിട്ടിക്കര ഞങ്ങളെ സൃഷ്ടിയാക്കിയവನು, അവനായിട്ടിക്കര ഈ ദുനിയാവിൽ എല്ലാ രൂപത്തിലുള്ള വ്യവസ്ഥകളെ നിർണയിച്ച് തന്നെ അവನು, ഞങ്ങൾക്ക് എല്ലാ രൂപത്തിലുള്ള വ്യവസ്ഥ ആക്കി തന്നെ അവನು അല്ലാഹു ആയിട്ടിക്കര. ഉമ്മയുടെ ബൈത്തിൽ നിന്ന് തെരിച്ചു പോണ്ട ദ്രവ്യത്തിൽ നിന്ന് അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ആ വിഷയത്തെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാടുത്തണ്ടേക്ക് ഞങ്ങൾക്ക് കാണുകിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാടുത്തണ്ട വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين. അതെ, മനുഷ്യന്റെ ഞങ്ങ മണ്ണിന്റെ സത്വത്തിൽ നിന്ന് ഞങ്ങൾ സൃഷ്ടിയാക്കിയ ആയൽ പിന്നെ തെരിച്ചു പോണ്ട ഒരു വീര്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിയാക്കിയ പല ഘട്ടത്തിലായിട്ട് ഉമ്മയുടെ ബൈത്തില് ചോരടി കിട്ടായിട്ട് അയക്ക് മുള്ളുടൻ ഉറച്ചിട്ട് അവസാന സുന്ദരമായ ഒരു സൃഷ്ടിയാക്കിയിട്ട് ഉമ്മയുടെ ബൈത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നണ്ടൊന്നിങ്ങളെ പറത്തുകൊണ്ടുവന്ന ഈ ദുനിയാവും എന്തെല്ലാം വ്യവസ്ഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ആക്കി തന്ന ഞങ്ങൾ കേൾക്കാണ്ട് ഞങ്ങൾ കേട്ടിട്ട് പിടിക്കാണ്ട് ഒന്നും അല്ലാഹുട്ട് ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. നക്ക് സ്വസനമായി വേണു, നക്ക് രണ്ട് പിർസാക്കർ അബ്ബമ്മ വേണു, നക്ക് കുടുംബ വേണു, അതേപോലെ നക്കുള്ള എല്ലാ വ്യവസ്ഥ വേണിച്ചൊന്തു ഞങ്ങൾ ഉമ്മയുടെ ബൈത്തിട്ട് പറത്ത് വരുമ്പോ ആരും കേട്ടിട്ടില്ല. ഒക്കെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പക്കൽ നിന്നുള്ള കാരുണ്യമായിട്ട് കിട്ടിയത്, കരുണ്യമായി തിക്കരുത്. ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ സ്വസനമായി എടുത്തോണ്ടുള്ള, ഫ്രീ ആയിട്ട് എടുത്തോണ്ടുള്ള, ഡെയിലി എത്ര പക്കെ എടുത്തോണ്ട് വിട്ടോണ്ടുള്ള ഇതൊക്കെ ഞങ്ങൾക്ക് തന്നവണു, ആറായിട്ടിക്കര് ഇതൊക്കെ തന്നവണു. അതുകൊണ്ട് ഇതൊക്കെ തന്നവണു അല്ലാഹു ചൊന്ത് ഞങ്ങൾ എല്ലാരും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ റബ്ബ് മാത്രമായിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് തന്നവൻ ചൊന്ത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞങ്ങൾ വിശ്വാസ ബേക്കര് തൗഹീദ് അർ-റുബൂബിയ്യ അല്ലെ എല്ലാത്ത സൃഷ്ടിയാക്കിയിട്ട് പരിപാലനാക്കുന്നവൻ അല്ലാഹു ചൊന്ത് ഞങ്ങൾ വിശ്വാസ വെച്ചിട്ടുണ്ടെങ്കിൽ മയ്യാവില്ല. ബദലായിട്ട് ആ എല്ലാം സൃഷ്ടിയാക്കി അല്ലാഹു മാത്രമേ ഇബാദത്തുകളെ ഞങ്ങൾ സമർപ്പണാക്കണം. അതൈത്തിക്കർ ഒന്നാമത്തെ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്ന വിഷയ. ബാക്കി എല്ലാ കാര്യം പിന്നെ ഇത്തിക്കര് ഇൻഷാ അല്ലാഹ് ആ വിഷയത്തില്
ഉനൈസ് പാപ്പനെ സേ നിങ്ങൾ മുന്നോട്ട് സുദീർഘമായിട്ട് പൽക്കറിയുകൊണ്ടു എന്നെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കണു അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് സൃഷ്ടിയാക്കിയിട്ട് ഇവിടെ എല്ലാ രൂപത്തിലെ വ്യവസ്ഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ആക്കി തന്ന എന്നിട്ടും ആ റബ്ബുടെ മറന്നിട്ട് ആ അള്ളാഹുടെ മറന്നിട്ട് പല പടുപ്പുങ്ങളെ ആരാധിക്കണങ്ങുള്ളവരു എന്നിട്ട് ആ റബ്ബുടെ നിയമനിർദ്ദേശത്തെ തിരസ്കാരാക്കി ജീവനാക്കണങ്ങുള്ളവരു എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ വിളിച്ച് കേൾക്കുന്ന ഒരു വിഷയമുണ്ടോ യാ അയ്യുഹൽ ഇൻസാൻ അല്ലയോ മനുഷ്യ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക യാ അയ്യുഹൽ ഇൻസാൻ ആരെ വിളിക്കുന്നത് കൊണ്ടുണ്ടാ ഞങ്ങളെ പഠിച്ച് ഞങ്ങൾക്ക് ബേനായ വ്യവസായിക്ക് തന്നെ എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹത്തെ നിഅമത്തിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലെ മനുഷ്യ സമൂഹത്തെ വിളിക്കരെ യാ അയ്യുഹൽ ഇൻസാൻ യേ മനുഷ്യ മാ ഗർറക ബിറബ്ബിക്കൽ കരീം ഉദാരിയായ നിന്റെ റബ്ബുടെ വിഷയത്തില് നിന്റെ വഞ്ചനാക്കി കഴിഞ്ഞത് ഏത് വിഷയത്തിക്കരുത് ആ റബ്ബുൽ നിന്ന് നീ ദൂരാകുള്ള കാരണമെന്തേ നിന്റെ പടച്ചവണു നിക്ക് ബേനായി വ്യവസ്ഥാക്കി തന്നവണു നിന്റെ ശരിയാക്കിയവണു നിക്ക് രൂപത്തെ തന്നവണു ആ റബ്ബ എത്തിക്കറ എന്നിട്ട് ആ റബ്ബുൽ നിന്ന് നിന്റെ ദൂരാക്കി കഴിഞ്ഞ വിഷയം ഏത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ കേൾക്കുന്ന ഒരു പ്രശ്നം എത്തിക്കരുത് അതുകൊണ്ടാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും പഠിപ്പാട്ടന്റെ ഒരു വിഷയമുണ്ടോ എന്തിനാ വിഷയം ചൊന്നിട്ടായിങ് 5 കാര്യ ബണ്ടേക്ക് മുന്നോളൂ ആ 5 കാര്യത്തെ നീನು ഉപയോഗപ്പെടുത്തുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്റെ 5 കാര്യം അത് നിന്റെ മുൻപ് കടന്നു ബണ്ടേക്ക് 5 കാര്യത്തെ നീ ഉപയോഗപ്പെടുത്തുന്നു ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്റെ ശബാബക ഖബ്ല ഹറമിക വാർദ്ധക്യ ബണ്ടേക്ക് മുന്നോളൂ നിന്റെ യൗവനത്തെ നീ ഉപയോഗപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ചൊന്നില്ലേ ഇപ്പൊ നല്ല താക്കത്തുണ്ടോ എന്നെങ്കിലും ഞങ്ങൾക്കൊരു വാർദ്ധക്യ ചൊല്ലത് കടന്നു പറഞ്ഞുകൊണ്ടു ഞങ്ങൾക്കൊരു വയസ്സിലെ കാല ചൊന്ത് കടന്നു പറഞ്ഞുകൊണ്ടു അണ്ട് ഞങ്ങളെ ചിലപ്പോ ബുദ്ധി മക്കളെ ബുദ്ധി ആയിട്ടിക്കോ ചിലപ്പോ ഞങ്ങളെ ആവശ്യത്തെ പൂർത്തീകരിക്കോ ഞങ്ങൾക്ക് പോണു സാധ്യമില്ലാത്ത ഒരു കാലഘട്ടം ഇട്ടിക്കോ ചിലപ്പോ ഞങ്ങളെ ബെഡിലായിട്ടിക്കോ ഞങ്ങൾ ആ കാലഘട്ടത്തില് ആ സമയത്തില് ഞങ്ങളെ യുവത്വത്തെ ആലോചന ആക്കിയിട്ട് ചിന്തനാക്കിയിട്ട് ഒരു പ്രയോജനം ഇല്ല അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ ആ യുവത്വം ഇപ്പൊ നിന്റെ കൂടെ ഉണ്ട് എന്നിട്ട് ആ യുവത്വം നിന്നിൽ നിന്ന് കഴിഞ്ഞു പോകേണ്ട ഒരു കാലഘട്ടമുണ്ട് അതായത് ശബാബക ഖബ്ല ഹറമിക നിന്റെ വാർദ്ധക്യ ബണ്ടേക്ക് മുന്നോളൂ നിന്റെ യൗവനത്തെ നീ ഉപയോഗപ്പെടുത്തുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ വിഷയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്റെ വസിഹതക ഖബ്ല സഖമിക സീക അവിടേക്ക് മുന്നോളൂ നീನು രോഗി അവിടേക്ക് മുന്നോളൂ നിന്റെ ആരോഗ്യത്തെ നീನು ഉപയോഗപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് ഞങ്ങൾ മനസ്സിലാക്കും സഹോദരന്മാരെ ഇന്ന് ഞങ്ങൾക്ക് നല്ല ആരോഗ്യിക്കോ ആഫ്യത്തിക്കോ ചിലപ്പോ ഇത് നെക്സ്റ്റ് നിമിഷത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ട് ചൊല്ലുക സാധ്യമല്ല നെക്സ്റ്റ് നിമിഷത്തിൽ എന്റെ ആരോഗ്യത്തില് എന്ത് തകരാർ സംഭവിക്കുന്നു ചൊല്ലുക സാധ്യമല്ല അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടന്നെ നീನು രോഗി അവിടേക്ക് മുന്നോളൂ നിക്ക് സീക്ക് ബണ്ടേക്ക് മുന്നോളൂ നിന്റെ ആരോഗ്യത്തെ നീನು ഉപയോഗപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ പല ഹോസ്പിറ്റലിൽ കടന്നു പോയിട്ടെങ്കിൽ 18 വർഷം 25 വർഷം എത്തിയ ബാലക്കാർത്തിമാരും മാരകമായ സീക്കളും അതേപോലെ കിഡ്നി ഫൈലായ സീക്കളും പ്രയാസ ബണ്ട് ബുദ്ധിമുട്ട് ബണ്ടത് കഷ്ടപ്പാട് ബണ്ടത് ഞങ്ങൾക്ക് കാണോക്കിട്ട് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടേണ്ടത് അത് എപ്പോ ബണ്ട് ചൊല്ലുക സാധ്യമില്ല അതുകൊണ്ട് ആ സീക്ക് ബണ്ടേക്ക് മുന്നോളൂ നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഗിനാക ഖബ്ല ഫഖറിക ദാരിദ്ര്യ ബണ്ടേക്ക് മുന്നോളൂ നിന്റെ സമ്പത്തിനെ നീನು ഉപയോഗപ്പെടുത്തുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കിയ വന്ന വിഷയം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യ ബണ്ടേക്ക് മുന്നോളൂ ആ 5 കാര്യത്തെ ഉപയോഗപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ മൂന്നാമത്തെ കാര്യ വഗിനാക ഖബ്ല ഫഖറിക ദാരിദ്ര്യ ബണ്ടേക്ക് മുന്നോളൂ നിന്റെ സമ്പത്തിനെ നീನು ഉപയോഗപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായിട്ട് സമ്പത്തിനെ തന്ന് അനുഗ്രഹിച്ചങ്ങ അല്ലേ ആ സമ്പത്തിനെ ഏത് രൂപത്തിൽ ചെലവാക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ഞങ്ങൾക്ക് പഠിപ്പാട്ടന്ന ആ സമ്പത്തിനെ ഒക്കെ അല്ലാഹു തൃപ്തിപ്പെട്ട മാർഗത്തിലേക്കണു അത് ചെലവാക്കണ ഇത് എന്തെങ്കിലും ഖേദകരമായ വിഷയ എത്രമാ ആൾമാർ
തങ്ങളെ സമ്പത്തിനെ ഇസ്രാഫുക്ക് ബേനായിട്ട് ചെലവാക്കിറങ്ങ ഉള്ളോറും തങ്ങളെ ഇസ്രാഫുക്ക് ബേനായിട്ട് അതിനെ വ്യർത്ഥമാക്കിറങ്ങ ഉള്ളോറും എന്നെങ്കിൽ അങ്ങനത്തെ മനസ്സിലാക്കൂല്ലേ വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ ഈ സമ്പത്ത് ചൊല്ലത് എപ്പോഴും ഒരാൾക്ക് അത് നിലനിൽക്കുന്ന ചൊല്ലുക സാധ്യയില്ല ഇന്ന് ഒർത്തട്ടെ സമ്പത്തിക്കോ ചിലപ്പോ ആ സമ്പത്ത് നാളെ ഇന്നൊർത്തട്ടിക്കോ അങ്ങനെ ഇന്ന് സമ്പത്തിക്കോ ചിലപ്പോ നാളെ ദാരിദ്ര്യം കടന്നു വരും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്റെ നിന്റെ സമ്പത്ത് ചൊല്ലത് അത് ദാരിദ്ര്യ ബണ്ടേക്ക് മുന്നോലോ അതിനെ നീನು ചെലവാക്കുന്നു ചൊല്ലുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമ്പത്ത് ചെലവാകക്കുള്ള നങ്കുള്ള മാർഗത്തെ ഇസ്ലാം ദീൻ പഠിപ്പാത്തന്നത് അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് എത്രമാ മാർഗത്തിൽ നമുക്ക് ഞങ്ങളെ സമ്പത്തിനെ ചെലവാക്കാം ഞങ്ങൾക്ക് ബേനായിട്ട് ഉപയോഗപ്പെടുത്താം എന്നെങ്കിലും ನಾನು നന്റെ സമ്പത്തിനെ വ്യർത്ഥമായിട്ട് ചെലവാക്കിയിട്ട് നക്ക് ദാരിദ്ര്യം വന്നേൽ പിന്നെ ചിന്തനാക്കിയിട്ട് ഒരു കാര്യമില്ല നന്റെ സമ്പത്തിനെ ഞാൻ എത്രമാ വ്യർത്ഥമാക്കിയ ചൊന്തു ഒരു രൂപത്തിലെ ചിന്തനാക്കിയിട്ട് ആ സന്ദർഭത്തിൽ കാര്യമില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാർത്തന്റെ വഖിനാക ഖബല ഫഖറിക ദാരിദ്ര്യ ബണ്ടേക്ക് മുന്നോൽ നിന്റെ സമ്പത്തിനെ നീನು ചെലവാക്കും ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫറാഗക ഖബല സുഖലിക ബിസി ആവടേക്ക് മുന്നോലോ നിന്റെ ഫ്രീ ടൈമിടെ നിന്റെ നിക്ക് കിട്ട ഒഴിവ് സമയത്തെ നീನು ഉപയോഗപ്പെടുത്തും ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ഇണ്ട് അല്ലാഹുവിന്റെ ദീൻ പഠിക്കുകയായിട്ട് ഞങ്ങൾ എത്ര ആ സമയത്തെ കണ്ടെത്തിയിട്ടുള്ള സഹോദരന്മാരെ ഞങ്ങൾ സ്വന്തം തൊട്ടിಗೆ ഞങ്ങൾ കേൾക്കണു ഇതൊക്കെ ഞങ്ങൾക്ക് തന്നവൻ അല്ലാഹു അല്ലേ ഒരു 24 ഗಂಟೆ സമയമുണ്ട് ആ 24 ഗಂಟೆ സമയത്തില് എത്ര നേര നന്റെ റബ്ബുടെ കലാം ഒന്ന് പഠിക്കൂ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ചര്യയുടെ ഒന്ന് പഠിക്കൂ അതനുസരിച്ച് ജീവിക്കൂ സഹോദരന്മാരെ ഞങ്ങൾ എത്ര ആൾ തയ്യാറായിട്ടുള്ള ചൊന്തല്ലേ ഒരു സ്ഥിതി ഒരു മനസ്സില് ഞങ്ങളെ മനസ്സിൽ അത് ആ വിഷയത്തെ ഞങ്ങൾ കേൾക്കുന്നായിരിക്കും സഹോദരന്മാരെ പ്രത്യേക ചിന്തനാക്കുന്നു 24 ഗಂಟೆല് ഒരു അര ഗಂಟೆയെങ്കിലും അള്ളാഹുടെ കലാം പഠിക്കുക ഞങ്ങൾക്ക് സമയം കിട്ടില്ല ഉണ്ടായെങ്കിൽ ഇതാ നിക്ക് ബിസി ആവിടെ ഒരു നേരമുണ്ട് നിക്ക് സമയം കിട്ടാത്ത ഒരു നേരമുണ്ട് ആ നേര ബണ്ടേക്ക് മുന്നോലോ നീനിത് ഉപയോഗപ്പെടുത്തും ചൊന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് അഞ്ചാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയാതക ഖബല മൗതിക മരണ ബണ്ടേക്ക് മുന്നോലോ മരിപ്പ് ബണ്ടേക്ക് മുന്നോലോ മൗത്ത് ബണ്ടേക്ക് മുന്നോലോ നിന്റെ ജീവിതത്തെ നീನು ഉപയോഗപ്പെടുത്തും ചൊന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സമയത്തില് ബിലിക്കാണ്ട് നിന്റെ മുട്ട കടന്നു ബണ്ട ഒരു അതിഥിയായിട്ടിക്കറ് മരണ ചൊല്ലത് ಅದಕ್ಕೆ മുന്നോലോ ഈ സമയത്തെ നീನು ഉപയോഗപ്പെടുത്തും ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടണ്ട് അല്ലേ പണ്ഡിതന്മാർ പഠിപ്പാട്ടുന്നത് ദുനിയാവുടെ ജീവിതം ചൊന്നിട്ടെങ്കിൽ 3 നാളായിട്ടിക്കറ് അദ്ദുന്യ അതായത് അങ്ങ് പഠിപ്പാട്ടുണ്ട് ദുനിയാവുടെ ജീവിച്ചൊന്നെങ്കിൽ 3 നാളായിട്ടിക്കറ് ഒന്നോ ഇന്നലെ കഞ്ഞു പോയത് അല്ലെങ്കിൽ തൊട്ടു നിമിഷം മുന്നോൽ കഞ്ഞു പോയത് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു പണ്ടില്ല സഹോദരന്മാരെ ഞങ്ങളെ ബാല്യകാലത്തെ ഞങ്ങൾ ഓർക്കൂടാ അല്ലെ ഞങ്ങളെ ചെറിയ കാലത്തെ ഞങ്ങൾ ഓർക്കൂടാ എന്തെങ്കിലും ഓർക്കലും ഞങ്ങളെ ജീവിതത്തിൽ അത് തിരിച്ചു പണ്ടില്ല അത് ഞങ്ങളെ പ്രവർത്തനം കൊണ്ട് ചെയ്ത കഞ്ഞു പോയിട്ടത് അങ്ങനെ ഒന്നാമത്തെ ദുനിയാവുടെ ജീവിതം എത്തിക്കര് രണ്ടാമത്തെ ദുനിയാവുടെ ജീവിത നാളെ ചൊല്ലത് ಅದನ್ ನಾಳೆ ಚೊಲ್ಲದೆ ಅದು ನಂಗೆ ಕಿಟ್ಟರು ಚೊಂತ ಗ್ಯಾರಂಟಿ ಇಲ್ಲ ಆರಿಗೂ ಚೊಲ್ಲೋ ಸಾಧ್ಯ ಅವಡು ನಾನು ನೆಕ್ಸ್ಟ್ ನಿಮಿಷದಲ್ಲಿ ಈ ದುನಿಯಾವುടെ ಮೇಲೆ ಹಯಾತಿಕ್ಕರ ಚೊಂತ ಆರು ಚೊಲ್ಲೋ ಸಾಧ್ಯ ಅವಡು ನಾಳೆ ಫಜರ್ ನಿಸ್ಕಾರತ್ತಿಗೆ ನಾನು ಈ ದುನಿಯಾವುടെ ಮೇಲೆ ಉಲ್ಲೇ ಚೊಂತು ಆರಿಗೂ ಚೊಲ್ಲೋಗು ಸಾಧಿಕ್ಕರ ಸಹೋದರന്മാരെ അതുകൊണ്ട് നാളെ ചൊല്ലത് അല്ലെ നാളെ ചൊല്ലത് അത് ഡൗട്ട് ആയിട്ടിക്കര് അതിൽ കൺഫേം ഇല്ല ഓർക്കലും അത് ഞങ്ങളെ മുട്ട കടന്നു ಬಂದು ചൊല്ലുകോ ഒരാളും സാധ്യമില്ലാത്ത ചൊല്ല വിഷയ ഫല്യവും ഇന്നത്തെ നാള് ഇപ്പൊ നിക്ക് കിട്ടിയോണ്ടുള്ള സമയ ഇത് നിന്റെ നേരമായിട്ടിക്കര് ഇത് നിന്റെ സമയമായിട്ടിക്കര് കാരണം ഇന്നലെ ചൊല്ലത് കടന്നു പോയിട്ട് നാളെ ചൊല്ലത് സംശയമായിട്ടിക്കര് ഇപ്പൊ നിക്ക് കിട്ടിയതിനെ നന്നായിട്ട് നീನು ഉപയോഗപ്പെടുത്തും ചൊന്തു പണ്ഡിതന്മാർ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ കൃത്യമായിട്ട് പഠിപ്പാട്ടേണ്ട സഹോദരന്മാരെ അതെ സൂര്യ അസ്തമിക്കുമ്പോ ഡെയിലി ഞങ്ങളെ മുന്നിൽ സൂര്യ ഉദയിക്കര് ആ സൂര്യ അവസാനമായിട്ട് അസർ നേരത്തെ പടിഞ്ഞാറിൽ അത് അസ്തമിക്കര് ആ സമയത്തില് ആ സൂര്യ അസ്തമിക്കുമ്പോ ഞങ്ങൾക്ക് തന്റെ സൂചന എത്തിക്കര് ഇന്നത്തെ ഒരു നാളത്തെ ആയുസ് തീർന്നു പോയിട്ട് ഇന്നിങ്ങനത്തെ ഒരു സൂര്യ നിന്റെ ജീവിതത്തിൽ ഉദയിക്കില്ല ഇങ്ങനത്തെ ഒരു സൂര്യ നിന്റെ ജീവിതത്തിൽ ഉദയിക്കില്ല അത് അസ്തമിക്കുമ്പോ ഞങ്ങൾക്ക് തന്റെ സൂചന ഇന്നത്തെ ഒരു നാളത്തെ ആയുസ് കുറഞ്ഞു പോയി ചൊന്തുള്ള സൂചന ആയിട്ടിക്കര് ആ സൂര്യ ഞങ്ങൾക്ക് തന്നിട്ടില്ലേ എന്തെങ്കിലും ഈ സമയത്തിൽ ആയിട്ടിക്കർ ഞങ്ങ
ഇന്നത്തെ പ്രത്യേകമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തില് ബാലക്കാർമാരും ബാലക്കാർത്തിമാരും സോഷ്യൽ മീഡിയത്തെ അഡിക്റ്റ് ആയിട്ടുള്ളവരും അല്ലെ തങ്ങളെ ആയുസ്സിനെ തങ്ങളെ ആരോഗ്യത്തെ സോഷ്യൽ മീഡിയത്തില് ഒരു ഇടീ നാല് തെച്ചിട്ട് വേണ്ടാത്ത രൂപത്തിലുള്ള വീഡിയോ കണ്ടിട്ട് ആസ്വദിക്കരെ ബാലക്കാരന്മാരും ബാലക്കാർത്തിമാരി ഉള്ള ഒരു കാലഘട്ടത്തിൽ എത്തിക്കരെ ഞങ്ങൾ മനസ്സിലാക്കൊല്ലത് ഈ മൊബൈൽ ചൊല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വലിയൊരു അനുഗ്രഹമായി എത്തിക്കര് വലിയൊരു നിഅമത്ത് എത്തിക്കര് എത്രമാ ദൂരമുള്ള മനുഷ്യന്റെ എത്രമാ ചെറിയ സെക്കൻഡിൽ നമുക്ക് എത്തുക സാധിക്കര് ഒരു അനുഗ്രഹമായി എത്തിക്കര് എന്നെങ്കിലും ഇതേ മൊബൈലിന്റെ എത്രമാത്രം ബെടുക്കിത്തറ ഉണ്ട് ചൊല്ലതും കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്നത്തെ ബെല്ലായിട്ട് പണ്ട് യുവ സമൂഹ ഇത്തരത്തിലുള്ള ഈ മൊബൈലിലെ ബെടുക്കിത്തരത്തിക്ക് അഡിക്റ്റ് ആയിട്ട് തങ്ങളുടെ ജീവിതത്തെ വേണ്ടാത്ത നിലക്ക് കൊണ്ടുപോകുമ്പോ ആഴ്ചനാക്കുന്നു അല്ലെ അള്ളാഹുടെ സൂക്ഷിക്കുന്നു ആ സമയത്തില് അള്ളാഹു നന്റെ നോക്കിക്കൊണ്ടുള്ള ചൊല്ലെ ആ ബോധമായിട്ടിക്കുന്നു ഒരു ബാലക്കാരത്തിന് മനസ്സിൽ കടന്നു പറഞ്ഞതായി ചിന്ത കാരണം അതിന്നില്ലെങ്കിൽ അവനിക്ക് എന്ത് ക്ലാസ് കൊടുത്തിട്ടും പ്രയോജനമില്ല കാരണം അള്ളാഹുടെ കുറിച്ചിട്ടുള്ള ഭയപ്പാട് ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹിന്റെ സൂക്ഷിക്കോറു എല്ലാ ഘട്ടത്തിലും അള്ളാഹുടെ സൂക്ഷിക്കോറ് ചൊല്ലുമ്പോ അങ്ങനത്തെ ഒരു ഭയപ്പാട് ഒരു മനുഷ്യന്റെ കൽബ് വന്നിട്ടെങ്കിൽ ഇത് നോക്കിട്ടെങ്കിൽ ഈ ശരീരമായിട്ട് നാല ആഖിറത്തിൽ നരകത്തിൽ കത്തിയേറിൽ പറ്റേ കാരണം ഞാൻ ഒരു ബെടുക്ക് നോക്കുമ്പോ ഞാൻ ഒരു ബെടുക്ക് സൊറാക്കുമ്പോ അല്ലെ ഞാൻ നാവിലൂടെ ഒരു ബെടുക്ക് തര പലക്ക വരുമ്പോ അതിലൂടെ ശിക്ഷിക്കൽപ്പെട്ടവൻ നാനേ എത്തിക്കുന്ന ചൊല്ലൊരു ബോധ ഞങ്ങൾക്ക് ಬೇನು സഹോദരന്മാരെ ഞാൻ ഒരു ബെടുക്ക് തറാക്കുമ്പോ ಅದರ ಶಿಕ್ಷೆ എന്റെ അപ്പുമ്മല്ല അനുഭവിക്കരെ ബദലായിട്ട് ಅದರ ಶಿಕ್ಷೆ ഞാൻ ഏറ്റിക്കര അനുഭവിക്കരെ നോക്കൂ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിക്ക് അതെ ആ അസീസ് രാജാവുടെ പെഞ്ഞായി വ്യഭിചാരത്തിക്ക് ആഹ്വാനാക്കുമ്പോ ആ കൊട്ടാരത്തെ ഉൾക ഒരു ബെഡ്റൂമുടെ ഉൾക എല്ലാ ബായിൽ അടച്ചിട്ടിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വ്യഭിചാരത്തെ വിളിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭാരി ചന്തത്തെ ആളായിട്ടിട്ട് ഭാരി സൗന്ദര്യമുള്ള ആളായിട്ടിട്ട് ആ സൗന്ദര്യത്തെ മയങ്ങിട്ട് ആ പെണ്ണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വ്യഭിചാരത്തിക്ക് ആഹ്വാനാക്കുമ്പോ ആരും കാണുകില്ല ഞങ്ങൾ മൊബൈൽ വെച്ചിട്ട് ഒരുത്തനായിട്ട് ബെടുക്ക് തറ നോക്കുമ്പോ ആരും നോക്കുകയില്ല എന്നിട്ടെങ്കിൽ നോക്കുടെ ഒരു റബ്ബുള്ള കാണ്ട ഒരു അല്ലാഹുള്ള ചൊല്ലില്ലേ ഉത്തമമായ ബോധമായിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പാത്തന്റെ ആ സമയത്തില് ആ പെണ്ണ് വ്യഭിചാരത്തെ വിളിക്കുമ്പോ ഞാൻ അള്ളാഹുട്ടിಗೆ കാവലിനെ കേൾക്കല ആർ ചൊല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നീ പിടിച്ച ഈ പണിക്ക് ഞാൻ പണ്ടില്ല കാരണം എല്ലാ ബായിൽ അടിച്ചിട്ടെങ്കും എന്റെ റബ്ബു എന്റെ നോക്കിക്കൊണ്ടുള്ള അതുകൊണ്ടല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് നന്റെ ഏതൊരു കാര്യത്തെ വിളിക്കുന്നവരാ അതിൽ നിനക്ക് ഹൈറ് ജയിലായിട്ട് അള്ളാഹു ചൊന്തു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുട്ടിಗೆ പ്രാർത്ഥിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ കിടക്കുമെന്ന് തപ്പാക്കിട്ടല്ല ജയിലിൽ പോയെ ഒരു ബെടക്ക് തരത്തിൽ നിന്ന് ബുട്ടുനിണ്ടേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ കടന്നു പോയിട്ട് എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിയുടെ മിനിസ്റ്റർ ആക്കിയ ഭയങ്കര രൂപത്തിൽ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത എന്തുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലെ ഓർത്തനായിട്ട് ഒരു ബെഡ്റൂമിൽ വെച്ചിട്ട് തന്റെ മൊബൈലില് അശ്ലീലമായ കാര്യത്തെ കാണുമ്പോ ബാലക്കാർത്തിമാരെ മനസ്സിലാക്കണു ഇത്തരത്തിലുള്ള വൃത്തികെട്ട വീഡിയോകളെ കാണുമ്പോ ചിന്തനാക്കണു നന്റെ റബ്ബ് നന്റെ നോക്കിക്കൊണ്ടുള്ള നന്റെ അല്ല നന്റെ നോക്കിക്കൊണ്ടുള്ള അവനായിട്ട് നന്റെ കണ്ണുകൊണ്ടുള്ള ചൊല്ലേ ഉത്തമമായ ബോധ ഞങ്ങൾക്ക് വേണം കാരണം നാളെ ആ റബ്ബിയുടെ പക്കൽ കയറ്റിക്കര് ഞാൻ കടന്നു പോണ്ട് ചൊല്ലേ ഒരു ചിന്തന ഞങ്ങളുടെ ഇക്കൊന്നു സഹോദരന്മാരെ അവസാനമായിട്ട് ചൊല്ലുകൊള്ളത് അതേപോലത്തെ ഇന്നത്തെ ഈ യുവ സമൂഹ പോയൊണ്ടുള്ളേ ഒരു ബെടുക്ക് തറയിട്ടിക്കര് മാദക ദ്രവ്യ ചൊല്ലത് അല്ലെങ്കില് അങ്ങനത്തെ കഞ്ചാവ് പോലത്തെ അല്ലെങ്കില് അങ്ങനത്തെ അഫീമ് പോലത്തെ പല യുവക്കന്മാരും പല യുവത്തിമാരും സ്വീകരിച്ചോണ്ടുള്ളവരും ಅದಕ್ಕೆ ಅಡಿಕ್ಟ್ ಆയിട്ടുള്ളവരും ಅದರ ಬುಡಾಂಟೆ ಎತ್ರಮ ಕುಟುಂಬಂಗೈಂಡ್ ತೆರುಕು ಬಂದರು ಎತ್ರಮ ಅಬ್ಬಮ್ಮೈಂಡ್ ಪ್ರಯಾಸ ಅನುಭವಿച്ചുള്ളವರು മനസ്സിലാക്കുന്നു ഈ ശബ്ദം കേൾക്കരെ ബാലക്കാർത്തിമാരും മനസ്സിലാക്കുന്നു ഇന്റെ കോളേജിലെ ക്യാമ്പസിൽ ഇത്തരത്തിലെ ബസ്സുകൾ നമുക്ക് കിട്ട് അതേപോലെ പല മോത്തുള്ള ഇങ്ങനത്തെ കിട്ട് സഹോദരന്മാരെ മനസ്സിലാക്കുന്ന വിഷയ ഞങ്ങളെ നമ്പിട്ട് ഞങ്ങളെ അബ്ബമ്മ ഞങ്ങൾ ഔത്തുള്ളവരും അല്ലെ
അങ്ങനെ ഞങ്ങളെ ബൽത്തുക ബേനായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ട് പ്രയാസത്തെ അങ്ങ് സഹിച്ചൊരു ഉമ്മയുടെ വിഷയത്തിൽ ഖുർആൻ ചൊല്ലേ വഹ്നൻ അലാ വഹ്ന്, പ്രയാസത്തെ മേലെ പ്രയാസത്തെ സഹിച്ചിട്ട നിന്റെ ഉമ്മ നിന്റെ പെത്തരെ മരണ സമാനമായ നൊമ്പല ഉമ്മ പെരുമ്പ അനുഭവിക്കുന്നുണ്ടായിട്ട് ഞങ്ങൾക്ക് വഴിപാടുത്തണ്ടേ. അങ്ങനെ പ്രയാസത്തെ മേലെ പ്രയാസ ഒലിമ്പ തിങ്കൾ കാലത്തോളം നിന്റെ ഭയത്തിൽ നിന്റെ ആ ഉമ്മയുടെ ഭയത്തിൽ വെച്ചിട്ട് പ്രയാസത്തെ മേൽ പ്രയാസത്തെ ഉമ്മ സഹിച്ചത് പലതും തിന്നുക പൊമ്മുക ആഗ്രഹമുണ്ട്. എന്നിട്ട് തന്റെ ഭയത്തിലുള്ള കിടാവുക അത് എഫക്ട് ആവുച്ചോ ഡോക്ടറുടെ നിർദ്ദേശന പ്രകാരം അതൊക്കെ തന്റെ മക്കൾക്ക് ബേനായിട്ട് വിട്ടിട്ടു ആ പ്രയാസ സഹിച്ച ഉമ്മ ഉണ്ട് നിങ്ങൾ ഔത്തു. അതേപോലെ നിങ്ങൾക്ക് ബേനായിട്ട് ചാവും പോലും അധ്വാനിച്ചിട്ടില്ലേ എത്ര അബ്ബമാരുള്ളോರು അങ്ങനെ ഒന്ന് ഓർക്കോರು. ഇത്തരത്തിലുള്ള വ്യസനത്തിക്ക് പടുത്താമ്പോ ഇത്തരത്തിലുള്ള മാദക ദ്രവ്യത്തിക്ക് പടുത്താമ്പോ നിങ്ങൾ അബ്ബമ്മടെ ഒന്ന് നോക്കോರು. ഇണ്ട് പല അബ്ബമാര് വയസ്സായിട്ടും നയിച്ചോണ്ടുള്ളോರು അധ്വാനിച്ചോണ്ടുള്ളോರು അങ്ങക്ക് തീരില്ല സാധിക്കില്ല നയിക്കവു എന്നുകൊണ്ട് 67 വർഷമായിട്ടും നയിച്ചോണ്ടുള്ളോರು എന്തുകൊണ്ട് അങ്ങ് നയിച്ചോണ്ടില്ലേ അങ്ങ് പൽത്യ മക്ക ಇದಕ್ಕೆ അഡിക്റ്റ് ആയിട്ടുള്ളോರು ഇത്തരത്തിലുള്ള മാദക ദ്രവ്യത്തിക്ക് അഡിക്റ്റ് ആയിട്ട് ആ അബ്ബമാര് ഒരു പ്രതീക്ഷ വെച്ച് തങ്ങളുടെ മക്കളെ പോലും നഷ്ടപ്പെട്ടു പോകുമ്പോ അങ്ങ് ഈ സമയത്തിൽ പോലും കഷ്ടപ്പാട് പ്രയാസത്തെ അനുഭവിച്ചിട്ടുള്ളവർ. അതുകൊണ്ട് മനസ്സിലാക്കണു ആ അബ്ബമ്മ എന്തായെങ്കിലും ഞങ്ങൾ എതിരായിട്ട് ഒരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുക, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്റെ പിരിസത്തെ ബാലക്കാരന്മാരും ബാലക്കാർത്തിമാറ്റും ചൊല്ലുകൊള്ളത് ഇത്തരത്തിലുള്ള മാദക വ്യസനത്തിനും അതേ മാദക ദ്രവ്യത്തെ കടന്നു പോകുമ്പോ ഒന്നാ രണ്ട് മനുഷ്യന്മാരെ ഒന്ന് ഓർക്കോറു, ആ അബ്ബടെ ഉമ്മനെ ഒന്ന് ഓർക്കോറു. അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ ചിറ്റങ്ങ ജീവിതത്തെ മുന്നോട്ടെടുത്ത് പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോ ഇത്തരത്തിലുള്ള മാദക വ്യസനത്തെ അഡിക്റ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോ ഭയങ്കര പ്രയാസമായിട്ട് പാടും അങ്ങനെ ജീവിതത്തിക്ക് കിട്ടരുത്. എത്ര അബ്ബന്മാര് ടെൻഷന് കൊണ്ട് തലയുടെ നറമ്പ് പൊട്ടിട്ട് മരണപ്പെട്ടു പോയ അബ്ബന്മാര് ഞങ്ങളെ ചുറ്റുമുത്തിലുള്ളോರು. അതുകൊണ്ട് മനസ്സിലാക്കുന്നു സഹോദരന്മാരെ, ബാലക്കാരന്മാരെ, ബാലക്കാർത്തിമാരെ, നേരത്തെ ഞാൻ ചൊന്നില്ല ആ ചരിത്ര അത് ഞങ്ങളും ആ ചരിത്രക്ക് ഞങ്ങളും കടന്നു പറഞ്ഞു. എന്ത് ചൊന്നിട്ടെങ്കിൽ ഞങ്ങളെ ജീവനത്തെ ഞങ്ങളെ യൗവനത്തെ ഈ നല്ല താക്കത്തുള്ള ഈ സമയത്തെ അള്ളാഹുടെ ദീനിക്ക് ബേനായിട്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. പല ആൾമാരും പല ബെടുക്കത്തർത്ത് ഞങ്ങൾ ആഹ്വാനിക്കോറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗെര വലിച്ചിട്ട് എന്നിട്ട് ചൊന്തു ഇത് നേരായ മാർഗം എത്തിക്കരുത്. ഈ നേരായ മാർഗത്തിൽ കടന്നു പോകുമ്പോ അപ്പുറം ഇപ്പുറം നിങ്ങളെ ശൈത്താൻ വിളിക്കൂ, ബെടുക്കത്തർത്ത് നിങ്ങളെ ശൈത്താൻ വിളിക്കൂ. അതുകൊണ്ട് ആ ശൈത്താന്റെ ഞങ്ങൾ സോപ്പാട്ടോണു, ആ ശൈത്താൻ ഞങ്ങൾ നിന്ന് സോത്തു പോണു. അങ്ങനത്തുള്ള ഈമാൻ ഞങ്ങളെ കൽബിൽ വേണു. അതൊക്കെ എന്താക്കണം? ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുടെ മാത്രം ഞങ്ങൾ ആരാധിക്കണു. ഇലാഹായിട്ട് അള്ളാഹു മാത്രമല്ലേ, ആരാധ്യനായിട്ട് അള്ളാഹു മാത്രമല്ലേ. അതായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് കുടിച്ചോ ഇന്ന്, വ്യഭിചരിച്ചോ ഇന്ന്, വെടിക്കത്തറാക്കി ഇന്ന്, ഡാർക്ക് എഗ്സ് ಅಂತ അറിയಲ್ಪಟ್ರೆ നബിയുടെ നുബുവത്തിന് മുന്നത്തെ കാലഘട്ടത്തെ ആൾമാരെ മുന്നോളൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ಬಂದು ചൊന്നെ നിങ്ങൾ കല്ല് കുടിക്കണ്ട, നിങ്ങൾ വ്യഭിചരിക്കണ്ട ಅಂತಲ್ಲ ചൊന്നെ, ബദലായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അള്ളാഹുടെ അല്ലാണ്ട് പല പഠിപ്പുകളെ പേടിച്ചോ ഇന്നോರು അള്ളാഹുടെ പേടിച്ചോ ഇല്ലാಂತೆ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലെ മഹത്തരമായ തൗഹീദ് കലിമത്തെ അങ്ങനെ കൽബുക്ക് കടന്നതോട് കൂടി അങ്ങ് എല്ലാ ബെടുക്കിൽ നിಂತು എല്ലാ നംതുള്ള ബെടുക്കിൽ നിಂತು അങ്ങ് ബുട്ടു നിന്നോರು. മാത്രമല്ല ഏറ്റവും ഉന്നതമായ സമൂഹ അള്ളാഹു അങ്ങനെ തൃപ്തിപ്പെട്ട റളിയല്ലാഹു അൻഹു വറളു അൻ, അള്ളാഹു അങ്ങനെ തൃപ്തിപ്പെട്ട അങ്ങും അള്ളാഹുടെ തൃപ്തിപ്പെട്ട ചൊന്തു വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നോത്തോളം അങ്ങനെ ജീവിതത്തെ അങ്ങ് ബദലാവണ് കൊണ്ടുവന്നോರು. ദൈറ്റിക്ക് സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് സമൂഹത്തിക്ക് ചൊല്ലുന്നത് പുതിയ ഒരു വിഷയ ഈ പ്രസ്ഥാനത്തുക്ക് ചൊല്ലു ഇല്ല സഹോദരന്മാരെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1440 വർഷത്തിന് മുന്നോട്ട് വിട്ടു പഠിപ്പാട്ട് തന്നു പോയെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലെ കലിമത്ത് തൗഹീദ് അതിനെ യഥാവസ്ഥിതമായിട്ട് സമൂഹത്തിക്ക് എത്തുപാട്ടതും അതേപോലെ നബിയുടെ ചര്യയുടെ സമൂഹത്തിക്ക് എത്തുപാട്ട ബാധ്യത ഉണ്ട്. അവസാനം ഒരു പലക്ക കൂടി ചൊന്തു നന്റെ ഈ പലക്കത്തെ ഞാൻ നിപ്പാട്ട സഹോദരന്മാരെ ഇൻഷാ അല്ലാഹ് ഇന്ന് രണ്ട് പ്രഭാഷകന്മാരുടെ പ്രഭാഷണാക്കൊണ്ടു നിങ്ങൾ കേൾക്കോರು, നിങ്ങൾ കാതോർത്ത് കേൾക്കോರು.
ಕೇಳ್ಕೊಂಡೈತಿಕ್ಕಿರ ಕಾರಣ ಅಲ್ಲಾಹು ನಂಗೆ ಕೇಳ್ವಿ ಶಕ್ತಿ ತಂದ್ರ ಕೇಟಿട്ട് ಚಿಂತನಾಕ್ರ ಶಕ್ತಿ ಅಲ್ಲಾಹು ತಂದ್ರ ನಿಂಗ ಕೇಳ್ಕೋರು ನಂಗ ಮಿರ್ಗಜಾಲത്തെ പോലെ ആവുത്തിര മിർഗജാലത്തും കാതുണ്ട് കണ്ണുണ്ട് ഹൃദയമുണ്ട് എന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ചിന്തിക്കരമ നോക്കി പഠിക്കരമ കേട്ട് പഠിക്കുന്ന ശക്തി അല്ലാഹു ಅದಕ್ಕೆ ಕೊಡ್ತಿಲ್ಲ ಮನುಷ್ಯಗೆ ಅಲ್ಲಾಹು ತನ್ನ അതുകൊണ്ട് ಎಂದ್ರ ಚೊಳ್ಳೆ ಊಡೆ ಕೇಳ್ಕೋರು ನಿಂಗ കേട്ടിട്ട് നിങ്ങക്ക് ഹക്കുണ്ടെങ്കിൽ സ്വീകരിക്കോರು അല്ലെണ്ടെങ്കിൽ വിട്ടുപോടോರು ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് ബയ്യന റുസ്ദു മിനൽ ഗൈർ അല്ലേ ദീനിൽ നിർബന്ധമില്ല ഇന്നതേ നീ സ്വീകരിച്ചൊಂತು ദീനിൽ ബലക്കാരമില്ല നിർബന്ധമില്ല സത്യം അസത്യം തുറന്നിട്ടുണ്ട് ഇവിടെ എന്തായിട്ടിക്കറ ഹക്ക് എന്തായിട്ടിക്കറ ബാത്തിൽ ചൊಂತು ഇവിടെ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് വിഷയത്തെ കേൾക്കോರು കേട്ടിട്ട് മനോവരിക്കാക്കോರು നിങ്ങക്ക് എന്തിനതിൽ നിಂತು ಗೊಂತಾವಡು ನಿಂಗೆ ಎಂದ್ರ ಅದ್ರಲ್ಲಿ ನಿಂತ ಹಕ್ಕು ಗಿಟ್ರೆ ಅದ್ರಲ್ಲಿ ನಿಂಗೆ ಸ್ವೀകരിಕೊಂಚಂತು ಈ ದಂಡರಾಯತೆ ಆಲ್ಮಟ್ಟಿಗೆ ಪಿರ್ಸತ್ತೋಡು ಕೂಡಿ ചൊല്ലെ ഒരു വിഷയത്തിക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നവർത്തോളം ഹക്കിന്റെ മാർഗത്തിൽ ജീവനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ തൗഹീദും സുന്നത്ത് അനുസരിച്ച് ജീവിക്കൂ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ എല്ലാ നമ്മുടെ പ്രയാസത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സലാമത്താക്കട്ടെ നാളെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കൂ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.